എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി കരയുദ്ധം മാത്രമേ ബാക്കിയുള്ളൂ. അത് അമേരിക്കയ്ക്ക് അസാധ്യവുമാണ്. ഇപ്പോഴത്തെ സയനിസ്റ്റ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് സംസ്കൃതിയുമായി ബന്ധമില്ലാത്ത ഒരു വിദേശ രാജ്യം എന്ന നിലയിൽ, ഒരു ഏലിയൻ പവർ എന്ന നിലയിൽ. ആയത്തുള്ള അലി ഖമൈനിനെ അടക്കം കൊല്ലുന്ന മാരകമായ ആ ആക്രമണം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തലേന്ന് ഇസ്രായേൽ സന്ദർശിക്കേണ്ട ആവശ്യമൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നത് സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജിയും അമേരിക്കയ്ക്കില്ല. അത് 100% ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അതിനെ ഏറ്റവും ശക്തമായി വിമർശിച്ച ഒരാളും ട്രംപാണ് കേട്ടോ. ഒരു പക്ഷേ ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഫത്വ പുറപ്പെടുവിച്ച അവരുടെ പരമോന്നത നേതാവിനെ തന്നെ ബോംബിട്ട് തകർത്തിട്ടാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് പോയതെന്ന് കാണണം. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക വിപ്ലവത്തെയും അതിൻ്റെ റഫ്നെസ്സിനെയൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ ബോൾഡായിട്ടുള്ള, കൂടുതൽ പവർഫുള്ളായിട്ടുള്ള, കൂടുതൽ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഇറാനായിട്ട് അത് മാറിയത്. ട്രംപിൻ്റെ റേറ്റിംഗ് വളരെ മോശമാണ്. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ ഉഭയകക്ഷി കരാർ അവസാനിച്ചതിന് പിന്നാലെ ഹോർമുസിലും പശ്ചിമേഷ്യയിലാകമാനവും വലിയ ആശങ്ക പടരുകയാണ്. ഇറാന് മുന്നിൽ കീഴടങ്ങുക മാത്രമാണ് ഉപാധിയായി അവശേഷിക്കുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ തങ്ങളുടെ താൽപ്പര്യത്തിനെതിരായി ഇറാനുമായി ധാരണയിലെത്തിയാൽ ഒമാനെ ആക്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഇറാൻ്റെ നിലപാട്. തങ്ങളുടെ സൈനിക തന്ത്രമടക്കം ഇത്തരത്തിൽ ആക്രമണോത്സുകമായി മാറ്റിയതായി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിന് വലിയ ഭീഷണിയായി വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ കാർമേഘം പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുകയാണോ? ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെൻ്റ് ആണ്. സർ, നമസ്കാരം. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലങ്ങൾ നമ്മൾ ഈ ഇറാൻ വിഷയവുമായി സംസാരിച്ച ആളുകളാണ്. അപ്പോൾ ഇറാനിൽ പുതിയ വലിയ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാമെന്ന് കരുതുന്നത്. പശ്ചിമേഷ്യയിലെ വലിയ ഭീതിയിലാണ്. കാരണം നമ്മൾക്ക് യുദ്ധം എന്ന് കേട്ട് ഒരു ഭയമില്ലാതായി മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ മുൻപ് കേട്ടതുപോലെയൊന്നുമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ പോലും ഇറാനിൽ നിന്ന് UAE പ്രൊജക്റ്റൈൽ ആക്രമണം ഉണ്ടാകുന്നു. ഇറാനുമായിട്ടുള്ള ബന്ധം നിർത്തിയെന്ന് UAE വ്യാവസായിക ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചതായിട്ട് UAE പ്രഖ്യാപിക്കുന്നു. ഒപ്പം ട്രംപ് ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു പടമെടുത്ത് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ് ഇത് ഇനി മുതൽ അമേരിക്കയുടെ സാധനമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ച് ശക്തമായ മുന്നറിയിപ്പുകൾ വരുന്നു. അപ്പോൾ ട്രംപിൻ്റേത് വെറും വാചാടോപ്പം മാത്രമാണെന്നാണ് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു ചേഞ്ച് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. ഇപ്പോൾ ഇറാൻ്റെ സൈന്യത്തിൽ ആ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിൽ വലിയ ചേഞ്ചുകൾക്ക്, മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ സത്യത്തിൽ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോവുകയാണോ? പശ്ചിമേഷ്യ യുദ്ധത്തിൽ തന്നെയാണ്. ഇനി ഈ യുദ്ധത്തിൽ പുതിയ ഒരു കാര്യമായ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനില്ല. ഇപ്പോൾ ഒരു സ്റ്റാൾമേറ്റാണ്. അമേരിക്കയ്ക്ക് ഇറാനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, അതിലൊരു സംശയവുമില്ല. ഇനി ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ, ഇറാനെ തോൽപ്പിക്കണമെങ്കിൽ അതിനുള്ള ഏക സാധ്യത ആണവായുധം പ്രയോഗിക്കുക എന്നുള്ളതാണ്. അമേരിക്ക ഇറാനെതിരെ അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ ട്രംപ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചൈനയും റഷ്യയും അടക്കം ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാൻ്റെ പരിശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയും ചെയ്യും. അത് അമേരിക്കയുടെ സഖ്യശക്തികൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖംനേയിനെ വധിച്ചുകൊണ്ട് ആരംഭിച്ച അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാനെതിരായിട്ടുള്ള യുദ്ധം, അത് ഒന്നാം ഘട്ടം പിന്നിട്ട സമയത്ത് ഒരുപക്ഷെ സാധ്യമായ ഏറ്റവും നല്ല ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് 14 ഇന പദ്ധതി 14 പോയിൻറ്റ്സ് അംഗീകരിച്ചുകൊണ്ട് ജൂൺ 17-ാം തീയതിയാണ് ആ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ ഒപ്പുവെക്കുന്നത്. നിലവിൽ വന്നു. 60 ദിവസത്തേക്കാണ് അതിൻ്റെ വിൻഡോസ് പീരീഡ് കൊടുത്തത്. വിൻഡോ പീരീഡ് 60 ദിവസമാണ്. അപ്പോൾ ഈ 60 ദിവസത്തേക്ക് ഹോസ്റ്റിലിറ്റീസ് എല്ലാം നിർത്തിവെക്കുന്നു. പരസ്പരം ആക്രമിക്കില്ല. ഹോർമുസ് കടലിടുക്ക് ടോൾ ഫ്രീ ആയി വിത്ത് സെക്യൂരിറ്റി.
തുറന്നു കൊടുക്കും. അത് ഇൻ്റർനാഷണൽ കപ്പൽപാതയായി നിലനിർത്തും. അവിടെ ഇറാൻ അതിലൂടെ കടന്നു പോകുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ, കൊമേഴ്ഷ്യൽ ഷിപ്സിനെ ഒന്നും അറ്റാക്ക് ചെയ്യില്ല. അവർക്ക് പരിപൂർണമായ സെക്യൂരിറ്റി കൊടുക്കും. ഇങ്ങനെയുള്ള ധാരണയുടെ ഒക്കെ പുറത്താണ് ആ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നത്. പാകിസ്ഥാനും അതുപോലെ ടർക്കിയെ, ഖത്തർ, ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ആ മധ്യസ്ഥ ശ്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയുണ്ടായി. പക്ഷേ പാകിസ്ഥാൻ അതിലൊരു എഡ്ജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമാബാദ് മെമ്മോറണ്ടം എന്നൊക്കെയാണ് ഇതിനെ ആദ്യം വിളിച്ചത്. അതാണ് പിന്നീട് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, MOU ബിറ്റ്വീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഇറാൻ എന്ന നിലയ്ക്ക് മാറിയത്. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യമായ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു അത്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. ഇത് കീഴടങ്ങലാണ്, ഇറാൻ്റെ മുന്നിൽ കീഴടങ്ങലാണ് എന്ന് അമേരിക്കയിലെ ഈ വാർ ഹവക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ടല്ലോ, അവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. നെതന്യാഹു വേറൊരു ഭാഗത്തു നിന്ന് ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു. ജൂത ലോബി ആക്രമണം പുനരാരംഭിക്കണം, ഇറാൻ്റെ പുക കണ്ടേ അടങ്ങുള്ളൂ എന്ന നിലയിലൊക്കെയുള്ള സമീപനം സ്വീകരിച്ചു. ഇതിനിടയ്ക്ക് ജൂലൈ 6-7 ദിവസങ്ങളിൽ ചില വ്യാപാര കപ്പലുകൾ, എണ്ണക്കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ജൂലൈ 7-ന് അമേരിക്ക MOUവിൽ നിന്ന് പിൻവാങ്ങുകയും ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തു. ആ സംഘർഷം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ജൂൺ 17 60 ദിവസത്തേക്ക് ഒപ്പിട്ട ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് 17-ന് ഇല്ലാണ്ടായി. അപ്പോൾ ആഗസ്റ്റ് 17-ഓടുകൂടി താൽക്കാലിക വെടിനിർത്തൽ കരാർ എന്ന നിലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണ ഇല്ലാതായി. അപ്പോൾ പഴയ യുദ്ധാവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നർത്ഥം. ഇനിയിപ്പോൾ അവിടെ നടക്കുന്ന സംഘർഷങ്ങൾ ഏത് രൂപത്തിൽ വികസിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഈ യുദ്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ കരയുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യപരമായിട്ടുള്ളൊരു നടപടിയാകും. കരയുദ്ധം, കരയിലൂടെ കടന്ന് ഇറാനെ പോലെ വലിയൊരു രാജ്യത്തേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത്. പക്ഷേ അമേരിക്ക തുടരെ ട്രംപ് ഇത്തരം പ്രസ്താവനകൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് സ്ട്രാറ്റജിക്കലായിരിക്കാം, ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ രീതിയിലേക്കൊരു കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം. ഈ തുടർച്ചയായിട്ട് പുള്ളി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെയും എല്ലാം, ഫോക്സ് ന്യൂസിന് കഴിഞ്ഞ ദിവസം കൊടുത്ത അഭിമുഖത്തിൽ പുള്ളി അതേപോലുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി. ഇറാൻ്റെ മുന്നിൽ ഇനി വെള്ളക്കൊടി പിടിച്ച് കൊണ്ടുവന്ന് താഴ്ത്തി വെച്ച് കീഴടങ്ങൽ മാത്രമാണ് ഉപാധി. ഇന്ന് പുള്ളി സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നു. പക്ഷേ ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ ആധി പഠിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിക്കൽ ഷിഫ്റ്റ് ഈ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു മറ്റു രീതിയിൽ നോക്കിക്കാണുന്നത്. കാരണം റഷ്യ, അമേരിക്ക രാജ്യങ്ങൾ ഇറാന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. പലപ്പോഴും അമേരിക്കയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നടപടികൾ നേരിടുന്ന സമയത്ത് ഇറാന് വലിയ പിന്തുണ, ഇൻ്റലിജൻസ് കോർപ്പറേഷനൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് വാർത്തകൾ. അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ ഷിഫ്റ്റ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അമേരിക്ക കൊണ്ടുവരുന്നൊരു പ്രതിരോധ കവചം അല്ലെങ്കിൽ അമേരിക്കയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം മാത്രമാണ്, അതങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബലതന്ത്രത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിലൊരു രാഷ്ട്രീയ സമവാക്യം മാറുന്നത്? അതൊരു ആഗോളതലത്തിൽ അമേരിക്ക ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവറാണ്. നമ്മൾ പല ഘട്ടത്തിലും അത് സംസാരിച്ചതാണ്. ഓരോ മേഖലയിലും, ലോകത്തിലെ പ്രധാനപ്പെട്ട ഉപമേഖലയിൽ നിന്നെല്ലാം അമേരിക്കയുടെ സ്വാധീനം പടിപടിയായി കുറഞ്ഞു വരികയാണ്. അത് ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കവും ട്രംപ് നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ട്രംപ് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ, നാറ്റോ സഖ്യത്തിൽ അമേരിക്കയുടെ സ്വാധീനം ഇപ്പോൾ എന്താണ്? യഥാർത്ഥത്തിൽ യൂറോപ്യൻ പൊളിറ്റിക്സിൽ നിന്ന് അമേരിക്ക പുറത്തായി. എല്ലാ സന്ദർഭത്തിലും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ബ്രിട്ടൻ പോലും ഇപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നില്ല. ഗ്രീൻലാൻഡിൻ്റെ ഓക്കുപ്പേഷൻ്റെ വിഷയം വന്നതോടുകൂടി യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യശക്തിയാണ് തൊട്ട് മേലെ കിടക്കുന്ന കാനഡ. കാനഡയെ 51ാമത്തെ സ്റ്റേറ്റായി ചേർക്കുന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ കാനഡയുമായിട്ടുള്ള ബന്ധം വളരെ മോശമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, അമേരിക്ക വലിയ സെക്യൂരിറ്റി സംരക്ഷണം നൽകുന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ ആസ് എ ഹോൾ. പശ്ചിമേഷ്യയിൽ
ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയുടെ സ്വാധീനം പടിപടിയായി കുറഞ്ഞു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ്റെ മേഖലയിലെ ഏറ്റവും വിശ്വസ്തമായ പങ്കാളിയായിരുന്നു പാകിസ്ഥാൻ. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിലെല്ലാം അമേരിക്ക പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയെ പ്രഷറൈസ് ചെയ്തത്. അത് നമ്മൾ വേറൊരു തലത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ യുദ്ധങ്ങളും 1989 ശേഷം നടത്തിയിട്ടുള്ള ഭീകരവാദികളെ കടത്തിവിട്ട് നടത്തുന്ന യുദ്ധവും പാകിസ്ഥാൻ ഒറ്റയ്ക്ക് നടത്തിയ യുദ്ധമല്ല എന്നും അതിന് തന്ത്രപരമായ സഹായവും സൈനിക സഹായവും ഇൻ്റലിജൻസിൻ്റെ സഹായവും ഒക്കെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തതെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. അപ്പോൾ പശ്ചിമേഷ്യയിൽ പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ ബന്ധം ചൈനയുമായിട്ടാണ്. അസിം മുനീർ വന്നതിന് ശേഷം അതൊന്ന് പാച്ചപ്പ് ചെയ്യാനും അമേരിക്കൻ പക്ഷത്തേക്ക് കൂടുതൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് അമേരിക്കയേക്കാൾ അധികം പാകിസ്ഥാൻ അഫയേഴ്സിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ പാകിസ്ഥാന് മേലെയുള്ള നിയന്ത്രണം തന്ത്രപരമായി കുറഞ്ഞു. മറ്റൊന്ന് ഗൾഫ് മേഖലയാണ്. ഗൾഫ് മേഖലയിൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് ആ മേഖലയിൽ 17 സൈനിക താവളങ്ങളുണ്ട്, വ്യോമതാവളങ്ങളും നാവിക താവളങ്ങളുമായിട്ട്. അപ്പം ഇതൊന്നും ആ മേഖലയ്ക്ക് സുരക്ഷിതത്വം നൽകാൻ പര്യാപ്തമല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. 2003 ഇറാഖിനെ ആക്രമിച്ച സമയത്ത് ഏകദേശം 5 ലക്ഷത്തോളം ഗ്രൗണ്ട് ഫോഴ്സസിനെ അമേരിക്ക സംഘടിപ്പിച്ചിട്ടാണ് ആ യുദ്ധം വിജയിപ്പിക്കുന്നത്. അത് യുദ്ധവിജയം, വളരെ ശക്തമായ ഒരു വിജയം നേടാൻ അവർക്ക് സാധിച്ചു. അതേസമയം ഇപ്പോഴത്തെ സ്ഥിതി അത് മാറി. 2003 ശേഷം ഏറ്റവും വലിയ മിലിറ്ററി ബിൽഡപ്പാണ് അമേരിക്ക കഴിഞ്ഞ ജനുവരി മുതൽ ആ മേഖലയിൽ നടത്തിയത്. അമേരിക്കയുടെ കാരിയർ സ്ട്രൈക്കിംഗ് ടീം ആ മേഖലയിൽ വന്നു. പ്രധാനമായിട്ടും USS അബ്രാഹം ലിങ്കൺ അവിടേക്ക് വന്നു. USS ജെറാൾഡ് എഫ് ഫോർഡ് അവിടേക്ക് വന്നു. പിന്നെ USS ജോർജ് എച്ച് ബുഷ്, ജോർജ് W ബുഷ് അത് മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് വന്നു. ഇങ്ങനെ വലിയ ബിൽഡപ്പാണ് ആ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. ഏകദേശം 50,000-ഓളം ആക്റ്റീവ് പേഴ്സണൽസ് ആ മേഖലയിലുണ്ട്. പക്ഷേ ഇതൊന്നും ഈ പ്രദേശത്തിലെ രാജ്യങ്ങൾക്ക് ഗുണപ്പെട്ടില്ല. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ അമേരിക്കൻ സാന്നിധ്യമുള്ളത് ബഹ്റൈനിലാണ്. അവിടെ ഏകദേശം 3500-ഓളം സൈനികരവിടെയുണ്ട്. ഏറ്റവും വലിയ താവളവും അവിടെയാണ്. ഏറ്റവും അധികം അമേരിക്കൻ സൈനികർ തമ്പടിച്ചിട്ടുള്ളതും ബഹ്റൈനിലാണ്. പിന്നെ കുവൈറ്റ് ഉണ്ട്, ഖത്തറുണ്ട്. അവിടെ എല്ലാ അമേരിക്കൻ നാവിക താവളങ്ങളുണ്ട്, സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളുമുണ്ട്. അതെല്ലാം ഇറാൻ്റെ ആക്രമണത്തിന് വിധേയമായി. ഇപ്പോൾ സമീപകാലത്ത് അമേരിക്കയിൽ തന്നെ അവർ പറയുന്നത് ട്രില്യൺ കണക്കിന് ഡോളർ വേണ്ടി വരും ഈ സൈനിക താവളങ്ങളെല്ലാം ഇനി നവീകരിച്ചെടുക്കാൻ. കാരണം ആ രീതിയിൽ മാരകമായി ഈ സൈനിക താവളങ്ങളിൽ ഡാമേജ് ഉണ്ടാക്കാൻ ഇറാൻ്റെ തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരു ഡിക്ലൈൻ്റെ സൂചന ആദ്യം പുറത്തു വന്നത് എപ്പോഴാണ്? അത് 2025 സെപ്റ്റംബർ 17 സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അത് വളരെ പ്രധാനമാണ്. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. എന്ന് വച്ചാൽ സൗദി അറേബ്യയുടെ സൈനികമായ മുന്നേറ്റത്തിന്, അവർക്ക് പ്രതിരോധത്തിനുള്ള സാധ്യത കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളോ അവിടെയുള്ള അമേരിക്കൻ സൈനിക നാവികസേനയ്ക്കോ വ്യോമസേനയ്ക്കോ അത് നൽകാൻ കഴിയില്ല എന്ന് സൗദി അറേബ്യയ്ക്ക് തിരിച്ചറിഞ്ഞു. അതിൻ്റെ എക്സ്റ്റൻഷൻ വീണ്ടും ഉണ്ടായി. ട്രൈലാറ്ററൽ എഗ്രിമെൻ്റ് ഇപ്പോൾ നിലവിൽ വന്നു തുർക്കിയുമായിട്ട്. അപ്പോൾ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് അത് ജോയിൻ്റ് ഡിഫൻസ് എഗ്രിമെൻ്റാണ്. ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ്. അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ എഗ്രിമെൻറ്റ് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് തന്നെയാണ് പലപ്പോഴും അതിൻ്റെ പുറകിലുള്ളത് അമേരിക്ക തന്നെയാണെന്നുള്ള ഒരു വാദം വരുന്നത്. കാരണം ട്രംപ് ഒക്കെ അത് വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ട്രംപ് അത് സ്വാഗതം ചെയ്തു. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്നത് ഇറാൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇറാൻ്റെ മാധ്യമങ്ങളിൽ നിന്നുണ്ടായത്. ഇറാൻ്റെ ഒരു സ്ട്രാറ്റജിസ്റ്റ് പറഞ്ഞത് ഞങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. കാരണം പശ്ചിമേഷ്യയുടെ
സുരക്ഷിതത്വം പശ്ചിമേഷ്യയിലുള്ള രാഷ്ട്രങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. അവിടെ ഒരു അമേരിക്കയെ പോലൊരു സൂപ്പർ പവർ വന്ന് സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് അവിടുത്തെ രാജ്യങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട കാര്യമില്ല. പശ്ചിമേഷ്യയുടെ കാര്യങ്ങൾ പശ്ചിമേഷ്യക്കാർ നോക്കണം. പശ്ചിമേഷ്യയുടെ സെക്യൂരിറ്റി ആ മേഖലയിലുള്ള രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതിൻ്റെ സൂചന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ ഒരു ബ്രെയിൻ ചൈൽഡ് അല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു, ഇത് ഇസ്ലാമിക് നാറ്റോ ആണ്, ഇസ്ലാമിക് നാറ്റോ ആണ് ഇതെന്നുള്ള ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു. തീർച്ചയായിട്ടും അല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഒരു പക്ഷേ അത് ഇപ്പോൾ തുർക്കിയെ നാറ്റോയിൽ അംഗമാണെങ്കിലും അമേരിക്ക യൂറോപ്യൻ ബ്ലോക്കിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ടർക്കിയെ നിൽക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളുണ്ട് പല കാര്യങ്ങളിലും. അവർ ഒരേ സമയം സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസ് റഷ്യയുമായി നിലനിർത്തുന്നുണ്ട്. S-400 ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ടർക്കിയെ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനം അവിടെ നിൽക്കുമ്പോഴാണ് ഒരു നാറ്റോ അംഗരാജ്യം ഇത് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയുടെയോ അല്ലെങ്കിൽ നാറ്റോയുടെയോ പൂർണ്ണമായ നിയന്ത്രണത്തിലും താല്പര്യത്തിലും നിൽക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ല ടർക്കിയെ. അത് നാറ്റോയിൽ അംഗമാണെങ്കിലും അതിൻ്റെ നെയ്ബർഹുഡിലുള്ള ത്രട്ടുകളെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ ഒരു വളരെ പ്രധാനപ്പെട്ട ഉപമേഖലയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിലെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് പരിഗണിച്ചുകൊണ്ട് ആ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്, അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള സഹകരണം, സാമ്പത്തിക സഹകരണം, സൈനിക സഹകരണം, ഈ സഹകരണങ്ങൾക്കൊക്കെയുള്ള സാധ്യത ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് ഇറാൻ്റെ നേതൃത്വം പണ്ടേ പറയുന്നത്. അവർ 1979 വിപ്ലവം നടന്ന കാലം മുതൽ അമേരിക്കനെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ പശ്ചിമേഷ്യയുടെ സ്വാഭാവികമായ ഒരു ബന്ധമില്ലാത്ത ഒരു സ്റ്റേറ്റ് എന്ന നിലയിലാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജൂതർ അതിൻ്റെ ഭാഗമാണ്. ജൂതമതത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്ന മതമാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഒക്കെ ശരിയാണെങ്കിലും ഇപ്പോഴത്തെ സയനിസ്റ്റ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് അത് പശ്ചിമേഷ്യയുടെ നിലവിലുള്ള സംസ്കൃതിയുമായി ബന്ധമില്ലാത്ത ഒരു വിദേശ രാജ്യം എന്ന നിലയിൽ, ഒരു ഏലിയൻ പവർ എന്ന നിലയിലാണ്, ഒരു അന്യഗ്രഹ ജീവി എന്ന നിലയ്ക്കാണ് കാരണം പശ്ചിമേഷ്യയുടെ പൊതു സംസ്കൃതിയുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതെ, അവിടെ പ്രാദേശികമായി സഹകരണങ്ങൾ വളർത്തിയെടുക്കാതെ ഒരു അഗ്രസർ, ഒരു നിതാന്ത സംഘർഷകാരി, എപ്പോഴും സംഘർഷാവസ്ഥയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. സയനിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്, ജൂതന്മാരെന്ന് പറയാൻ പറ്റില്ല, സയനിസ്റ്റുകൾ. അപ്പോൾ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും സഹകരണത്തിനുള്ള വലിയ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ സാധ്യതയായിരിക്കുമല്ലേ ഇപ്പോൾ റഷ്യ കൊണ്ടുവരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അവർ പൂർണ്ണ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നൊക്കെ പറയാമെങ്കിലും റഷ്യ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും റഷ്യ അവരുടെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയതാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ച് വലിയ ധർമ്മസങ്കടത്തിൻ്റെ സമയമാണ്. ആരോടൊപ്പം നിൽക്കണമെന്ന് കൃത്യമായൊരു ധാരണ ഇല്ലാത്ത പോകുന്നൊരവസ്ഥ, ഇന്ത്യക്കുണ്ടാകുന്ന വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. ഈ ഒരു സമയത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം US-നെതിരെ നേർക്കുനേർ നിൽക്കുകയാണ്. അപ്പോൾ ഹോർമുസ് പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു കടലിടുക്കിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രതിഫലനമാണ് നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു പാത്വേ ആണ്. അവിടെ ഇത് തടസ്സപ്പെടുന്നു. ഈ ഹോർമുസിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു പഴയ സാഹചര്യത്തിൽ കൊണ്ടുവരാൻ, ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഈ മൽപ്പിടുത്തം തുടരുമ്പോഴൊക്കെയും ലോക സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു ആഘാതമായിട്ട് ഈ ഹോർമുസിൻ്റെ ബ്ലോക്കേഡ് തുടരുകയാണ്. ഇതൊരു പൂർവ്വസ്ഥിതിയിലേക്ക് ആവാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ അടുത്ത കാലത്ത് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, ഇതൊരു പ്രൊലോങ്ഡ് വാറായി തുടരാനാണ് സാധ്യത കുറച്ച് കാലത്തേക്കെങ്കിലും. അവിടെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയും പ്രശ്നവും ഇതുണ്ടാക്കും. അതേസമയം നമ്മളുടെ പല മീഡിയയിലും വന്നതുപോലെ ഈ ട്രൈലാറ്ററൽ ഡിഫൻസ് പാക്റ്റ്, ജോയിൻ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ്, ടർക്കിയെ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് 3 രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കും എന്നതാണ് അതിൻ്റെ അണ്ടർലൈയിങ് ടാഗ് ലൈൻ. സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥയിൽ തുടരുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവാം. അതൊരു ഫുൾ സ്കെയിൽ വാർ ആയില്ലെങ്കിലും അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അതൊന്നും ഉടനെ ഒന്നും പരിഹരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ചത്തും കൊന്നും അടങ്ങിക്കൊള്ളുക എന്ന മട്ടിൽ രണ്ട് രാജ്യങ്ങൾ ലോകാവസാനം വരെ യുദ്ധം ചെയ്യുക എന്നുള്ളതൊന്നും കരണീയമായ കാര്യമല്ല. രണ്ടും ന്യൂക്ലിയർ പവേഴ്സുമാണ്. അപ്പോൾ ഈ ഈ ഈ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരു ട്രൈലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക് വന്ന് അവിടെ നിൽക്കുന്നു. മാത്രമല്ല ഇറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡാണ്. നമ്മുടെ അയൽപ്പക്ക രാജ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇറാൻ നമ്മുടെ എക്സ്റ്റെൻഡഡ് നെയ്ബർഹുഡാണ്. ഗൾഫ് റീജിയൻ അങ്ങനെ തന്നെയാണ്. ഇന്ത്യക്ക് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും അധികം ബന്ധമുള്ള പ്രദേശമാണ് ഗൾഫ് റീജിയൻ. 1 കോടി ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് വൈകാരിക ബന്ധമുണ്ട്, സാംസ്കാരിക ബന്ധമുണ്ട്, സിവിലൈസേഷണൽ കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ 47-ന് ശേഷം സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെട്ട് വന്ന ബന്ധമുണ്ട്. 47-ന് ശേഷം സ്വതന്ത്ര ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയിലൊക്കെ ഇപ്പം ബാബറി മസ്ജിദ് സംഘർഷമുണ്ടായ ഘട്ടങ്ങളിൽ പോലും പല ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയുടെ ഒപ്പം നിന്നിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ ഘട്ടത്തിലൊന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാട് ഈ രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അവരുടെ ഇസ്ലാമിക ഐഡൻറ്റിറ്റി ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ 1998-ൽ ബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ ഇസ്ലാമിക ബോംബ് എന്ന് നാമകരണം ചെയ്തു. പക്ഷേ അതിനോടൊന്നും പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് ഗൾഫ് രാജ്യങ്ങൾ എടുത്തത്. അതായത് പാകിസ്ഥാനേക്കാൾ എത്രയോ അധികം സ്വാധീനം സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സൗദി അറേബ്യ പാകിസ്ഥാൻ മിലിറ്ററി പാക്റ്റ് വരുന്നു, ടർക്കിയും ചേർന്ന് ട്രൈലാറ്ററൽ അറേഞ്ച്മെൻറ്റ് വരുന്നു. ഇതിൻ്റെയൊക്കെ ഘട്ടത്തിൽ എത്രമാത്രം ഇന്ത്യയുടെ സ്വാധീനം ഇനി പഴയതുപോലെ അവിടെ നിലനിർത്താൻ കഴിയും എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യം. അല്ല, മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം ഇറാനും ഒമാനും ചേർന്നിട്ട് ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതായത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക. അതേസമയം അതിൻ്റെ മാനേജ്മെൻറ്റ് ഒമാനും ഇറാനും കൂടി നിർവഹിക്കും. അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്, കൊമേഴ്ഷ്യൽ ഷിപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എൻവിറോൺമെൻറ്റൽ ചാർജസ്, അങ്ങനെ ഒരു വളണ്ടറി പേയ്മെൻറ്റ് അതൊക്കെ ഈടാക്കാനുള്ള അവകാശം ഇറാന് അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ ഈ ഒമാനും ഇറാനും എത്തിയത്. അതിനെയാണ് ട്രംപ് ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒമാനെയും ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 2 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം UAE-യിലേക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അത് ഞങ്ങളല്ല എന്ന് ഇറാൻ ഡിനേ ചെയ്തിട്ടുണ്ടെന്നത് കൂടി കാണണം. അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ UAE തന്നെ, UAE ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയാണല്ലോ എമിറാത്തി എന്ന് പറയുന്നത്. അവർ പലതരത്തിലും ഇറാനുമായിട്ട് സഹകരിക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള ഖത്തർ, UAE, ഒമാൻ, ഈ രാജ്യങ്ങളൊക്കെ തന്ത്രപരമായി ഇറാനുമായി സഹകരിച്ചുകൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ സമ്പൂർണ്ണമായ ഉപരോധത്തെ അതിലംഘിക്കാൻ ഇറാന് കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ഈ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതെ, ഈ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യം എന്നത് അമേരിക്കയുടെ സമ്പൂർണ്ണ ഉപരോധം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ സമയത്തും ഇറാൻ്റെ എണ്ണയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. ഇറാൻ്റെ എണ്ണ പുറത്തു പോകുന്നുണ്ട്. അവർക്ക് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇതിലൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങളെ അതിലംഘിച്ചുകൊണ്ട് ഇറാനുമായി തന്ത്രപരമായി ഗൾഫ് രാജ്യങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. മാത്രമല്ല സൗദി അറേബ്യയുടെ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റവും പ്രസക്തമാണ്. ഇറാനെതിരെ ഓൾ ഔട്ട് വാർ പോകുന്നതിനെതിരാണ് MBS. സൗദി അറേബ്യ പുതിയ ഒരു ശക്തമായ ദേശീയതയിലേക്ക് മാറുകയാണ്. അവിടുത്തെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്ന് വിളിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. 2017 മുതൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടു വന്നു. അബ്രഹാമിക് അക്കോർഡ് വന്നു. ആ സന്ദർഭത്തിലും MBS പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഇറാനുമായിട്ട് യാതൊരു പ്രയാസവുമില്ല. ഇസ്രായേൽ സൗദി അറേബ്യ ബന്ധത്തിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് 2017-ലാണ്. 2017 സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു, ഒരു ജൂതനെ കൊല്ലരുത്. കാരണം ജൂതൻ ദൈവത്തിൻ്റെ പുസ്തകം കിതാബ് കിട്ടിയ ജനതയാണ്, അതുകൊണ്ട് അത് പാപമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. അത് സൗദി അറേബ്യ
ഇസ്രായേൽ ബന്ധങ്ങളിലെ ഒരു മാറ്റമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഒരു പക്ഷേ അബ്രഹാമിക് അക്കോർഡിൽ ആദ്യം ഒപ്പിടേണ്ട ഒരു രാജ്യം സൗദി അറേബ്യയാണ്. അവിടെ 4 അറബ് രാജ്യങ്ങൾ UAEയും ബഹ്റൈനും മൊറോക്കോയും അടക്കം അതിൽ ഒപ്പിട്ട സമയത്ത് സൗദി അറേബ്യയിലെ MBS പറഞ്ഞു, ഈ ഫലസ്തീൻ ഇഷ്യൂവിന് ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകുന്നത് വരെ പലതരത്തിലും ഇസ്രായേലുമായിട്ട് സഹായിക്കുമെങ്കിലും സമ്പൂർണ്ണമായ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുവാനോ ഒരു സഖ്യരാഷ്ട്രമായി ഇസ്രായേലിനെ സ്വീകരിക്കാനോ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഈ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ഒരു നടപടി ഗൾഫ് രാജ്യങ്ങൾ പിന്തുണയ്ക്കും എന്ന് കരുതാൻ പറ്റില്ല. നമുക്ക് അത് പറയുമ്പോഴാണ് എനിക്ക് മറ്റൊരു തോന്നൽ. അതായത് ഈ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭരണപരമായിട്ടുള്ള ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷിഫ്റ്റിനപ്പുറം എണ്ണ വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഗൾഫിൻ്റെ വരുമാനം വലിയ രീതിയിൽ കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, UAE പോലെയുള്ള രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ സൗധങ്ങൾ, അവരുടെ സാമ്രാജ്യങ്ങൾ, സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ഒരു വിധത്തിൽ തടസ്സപ്പെടുകയാണ്. ഹോർമുസിന് അടച്ചു പൂട്ടിയതിൻ്റെ ഒപ്പം തന്നെ ഇറാൻ്റെ ആക്രമണം വലിയ രീതിയിൽ അവരുടെ വ്യാവസായിക, പ്രത്യേകിച്ച് വിദേശ ഇൻവെസ്റ്റർമാർ, വിദേശ നിക്ഷേപകർ പലപ്പോഴും പുറത്തേക്ക് മടങ്ങുന്ന, മറ്റ് മെച്ചൽപ്പുറങ്ങൾ തേടി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗൾഫ് അങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എണ്ണ വ്യാപാരം പുതിയൊരു രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യ പോലും നമ്മൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കൻ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ പറ്റിയുള്ള എഗ്രിമെൻറ്റുകളെക്കുറിച്ച് ചർച്ച നടത്തുകയാണെന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. അങ്ങനെയാകുമ്പോൾ ഈ എണ്ണ വ്യാപാരത്തിലുണ്ടാകുന്ന വലിയൊരു ഷിഫ്റ്റ് ഗൾഫിനെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ, നമ്മളിപ്പോൾ അമേരിക്കയുടെ വരവും അമേരിക്കയുടെ സഹായമൊക്കെ ഗൾഫിൻ്റെ ഒരു സർവ്വനാശത്തിലേക്കാണ് വഴിവെക്കുന്നതെന്നുള്ള രീതിയിലൊരു ചർച്ച പാരലായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഗൾഫിലെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ടുള്ള എണ്ണ, ഇതിൻ്റെ വ്യാപാരം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുന്നു. ഗ്ലോബലി ഇപ്പോൾ റഷ്യ പോലെയുള്ള ആളുകൾ അവിടെ പ്ലേയേഴ്സായിട്ട് വരുന്നു. ലാറ്റിൻ അമേരിക്കയ്ക്ക് കൂടുതൽ പ്രോമിനൻസ് വരുന്നു. ആഫ്രിക്കയുടെ എണ്ണയ്ക്ക് കൂടുതൽ പ്രോമിനൻസ് വരുന്നു. ഒരുപക്ഷെ ഗൾഫിനെ മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കപ്പുറം വലിയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുമോ? തീർച്ചയായിട്ടും വഴിവെക്കും. നമ്മൾ ലോകത്തിൽ ഈ എനർജിയുടെ മേഖലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഗവേഷണങ്ങളെല്ലാം തന്നെ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിൽ സോളാറിലേക്കും അതുപോലെ സോളാർ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ അതിലേക്കുള്ള മാറ്റം ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് മാനവരാശിയുടെ ഭാവി ഊർജ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് അത് പാചകവാതകവും പെട്രോളൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് ഒരു ഷിഫ്റ്റിംഗ് അനിവാര്യമാണ്. അതിനുള്ള ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. അധികം താമസിയാണ്ട് തന്നെ അത് സാധ്യമാകും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം എത്രയായി? അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, എണ്ണ ഇല്ലാതായിട്ട് എത്ര കാലമായി ദുബായ് ഇപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും അവർ ഖനനം ചെയ്യുന്നില്ല. പക്ഷേ എണ്ണ വരുമാനത്തെ വളരെ കൃത്യമായി മറ്റിതര സോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും സോർട്ട് ഔട്ട് ഡെസ്റ്റിനേഷൻസിലൊന്നാണ് ദുബായ്. എന്നൊരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ന്യൂയോർക്കിനേക്കാൾ, ലണ്ടനിനേക്കാൾ, ഷാങ്ഹായിക്കോ ഒപ്പമൊക്കെയുള്ള പ്രാധാന്യത്തിലേക്ക് ഇപ്പോഴും ദുബായ് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ലോകത്തിലുള്ള ഒട്ടുമിക്ക മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും വൻകിട കമ്പനികളും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പണിയുന്നത് ദുബായിലാണ്. ലോകത്തിലെ അതിസമ്പന്നരായ ആളുകൾക്കെല്ലാം ദുബായിൽ പാർപ്പിട സമുച്ചയങ്ങളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. അത് ബുർജ് ഖലീഫയിലാവാം അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാവാം. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി ഈ എണ്ണ വരുമാനത്തെ ഇൻവെസ്റ്റ് ചെയ്ത്, ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്ത്, മറ്റ് ടൂറിസം ഡെവലപ്പ് ചെയ്ത് വരുമാനം ഉറപ്പാക്കാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ എണ്ണയിൽ നിന്നുള്ള വരുമാനം നിലയ്ക്കുന്നതോടുകൂടി ഇന്ന് കാണുന്ന ഒരു പ്രോസ്പെറിറ്റി, സമൃദ്ധി ഒരുപക്ഷെ അവർക്ക് ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ അതിനെ അതിജീവിക്കാൻ എണ്ണയില്ലാത്ത കാലത്ത് എങ്ങനെ ഒരു വികസിത രാജ്യമായി നിലനിൽക്കാം എന്ന കാര്യത്തിൽ അവർ ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെയാണ് യാൻബു പോലെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ വ്യവസായ സമുച്ചയങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണയുടെ വരുമാനം കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ
അവർ എണ്ണ വരുമാനത്തെ വളരെ കൃത്യമായി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും പല തരത്തിലുള്ള വ്യവസായങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിൽ തുടങ്ങി ടൂറിസം തുടങ്ങി ഇങ്ങനെ വിവിധ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ രാജ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നത്. ആ ഒരു സുരക്ഷിത പക്ഷേ ബോധത്തിനെതിരെയാണല്ലോ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാ? അവരുടെ പ്രതിസന്ധി സെക്യൂരിറ്റിയാണ്. കാരണം അവരുടെ ദേശീയ ആസ്തികളെ, അവരുടെ സമ്പത്തിനെ, അവരുടെ ഭൂമിശാസ്ത്രപരമായ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, ടെറിട്ടറിയെ സംരക്ഷിക്കാൻ തനതായ ഒരു സൈന്യം ഉണ്ടാക്കാനുള്ള മാനവ വികസന ശേഷി അവർക്കില്ല. മെയിൻ പവർ അവർക്കില്ല. ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സൗദി അറേബ്യയ്ക്ക് വിചാരിച്ചാൽ സാധിച്ചേക്കാം. പക്ഷേ അവർക്ക് ടെക്നിക്കൽ മെയിൻ പവർ കുറവാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അതിസമ്പന്നമായ രാഷ്ട്രങ്ങൾ ഈ സമ്പത്ത് സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? മിലിറ്ററി വേണം. മിലിറ്ററി വേണം. ആ മിലിറ്ററി ഇല്ല. അത് അവർക്ക് ആദ്യം ബോധ്യപ്പെട്ടത് 1991 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കിയപ്പോഴാണ്. ഇറാഖിൻ്റെ സൈന്യം പാഞ്ഞു കയറി കുവൈറ്റിലേക്ക്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിന്ന നിലയിൽ കുവൈറ്റ് പരാജയപ്പെട്ടു. അവസാനം അമേരിക്കയും സഖ്യശക്തികളും വന്നിട്ടാണ് കുവൈറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നത്. അതൊരു പാഠമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി കവറേജിന് വേണ്ടിയിട്ട് അവർ അമേരിക്കയെ ആശ്രയിക്കുന്നത്. ഇതേ ഭീതി തന്നെയാണ് ഇപ്പോൾ അവർക്ക് ഇറാനെ സംബന്ധിച്ചുമുള്ളത്. ഇറാൻ ഒരു റീജിയണൽ സൂപ്പർ പവറാണ്. 9 കോടി ജനങ്ങൾ അവിടെയുണ്ട്. അതിശക്തമായ ഒരു മിലിറ്ററിയാണ് അവരുടേത്. അവർക്ക് നാവൽ ഫോഴ്സ് ഉണ്ട്. അവർ ശക്തമായ മിസൈൽ സംവിധാനമുണ്ട്. മാത്രവുമല്ല അമേരിക്ക ഇതിനകം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഭൂമിക്ക് മുകളിലുള്ള സകല ഇൻഫ്രാസ്ട്രക്ചറിനെയും തകർത്തു, മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും തകർത്തു. എന്നിട്ടും അവരെവിടെ നിന്നാണ് ഈ മിസൈലുകൾ അയക്കുന്നത്? അപ്പോൾ അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസ് എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും അവരുടെ വാസ്റ്റ്നെസ്, അതിവിശാലമായ രാജ്യം, അവർക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. കൃഷിയുണ്ട്, ടെക്നോളജിക്കൽ മെയിൻ പവറുണ്ട്, മനുഷ്യരുണ്ട്, പലവിധ സാങ്കേതിക വിദ്യകളുണ്ട്. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റാണ് അവർ. അപ്പം ഇതെല്ലാം ചേരുമ്പോൾ ഇറാൻ ഒരു സൂപ്പർ പവറാണ് ആ മേഖലയിൽ. അപ്പോൾ ഈ ഇറാൻ ഒരു സൈനിക ആക്രമണം ബഹ്റൈനിലേക്കോ ഖത്തറിലേക്കോ UAE-യിലേക്കോ അല്ലെങ്കിൽ ഈവൻ സൗദി അറേബ്യയിലേക്കോ നടത്തി കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഭീതി നിരന്തരമായി ഉണർത്തിക്കൊണ്ടാണ് അമേരിക്ക അവിടെ ഈ സൈനിക താവളങ്ങൾ നിലനിർത്തുകയും അമേരിക്കയുടെ മിലിറ്ററി കുട പ്രൊവൈഡ് ചെയ്ത് ആ ശീതയുദ്ധ കാലത്തെ മനോഭാവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ റഷ്യ ഇപ്പോൾ ആ മേഖലയിലേക്ക് കൂടുതൽ സജീവമായി വരുന്നു. ഇപ്പോൾ ഇറാൻ ഒറ്റയ്ക്കല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്. റഷ്യ, ചൈന, നോർത്ത് കൊറിയ ഉണ്ട്. അതിൽ ചൈനയെയും നോർത്ത് കൊറിയയും ചേർത്തിട്ട് ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പണ്ട് പറഞ്ഞതുപോലെ ആക്സിസ് ഓഫ് അഗ്രസേഴ്സ്, അക്രമകാരികളുടെ അച്ചുതണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അതായത് ചൈനയും നോർത്ത് കൊറിയയും. ഏതായാലും ചൈനയും നോർത്ത് കൊറിയയും, റഷ്യ, ബെലാറസ്, പിന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ, ഇറാൻ, ഇതെല്ലാം തരത്തിൽ വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ റഷ്യൻ മിലിറ്ററി നേരിട്ട് ഇടപെടുന്നില്ല എന്നത് മാറ്റിവെച്ചാൽ അവർ ഉപഗ്രഹ ഇൻഫർമേഷൻ മുഴുവനും അവർക്ക് നൽകുന്നുണ്ട്. അമേരിക്കയുടെ മേഖലയിലുള്ള മുഴുവൻ സൈനിക താവളങ്ങളെ സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും ഇന്ന് ഇറാൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഈ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറയില്ലേ. ഇപ്പോൾ കഴിഞ്ഞ ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്രഖ്യാപിക്കുന്നു, എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടു നൈറ്റ്. അപ്പോൾ ലോകം ഞെട്ടിപ്പോയി, ഈ രാത്രി കൊണ്ട് ഇറാനെ ഭസ്മമാക്കുന്നുള്ളത്. പിറ്റേ ദിവസം മൂപ്പരെ തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള ഒരൊറ്റ അമേരിക്കക്കാരനും സുരക്ഷിതത്വമല്ല, 100% സുരക്ഷിതരല്ല. ആ മേഖലയിലുള്ള അമേരിക്കയുടെ ഒരു സൈനിക താവളങ്ങളും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ പുറത്തല്ല. 100% ഡിഫൻസ് സാധ്യമല്ല. എന്തിന് അവിടെ പുറംകടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന USS അബ്രാഹം ലിങ്കൺ പോലും ഒരുപക്ഷെ ഇറാൻ്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൻ്റെ പരിധിയിലാണ്. ഈ മാത്രമല്ല പ്രസിഷൻ അറ്റാക്ക് നടത്താനുള്ള ഇൻഫർമേഷൻ, തന്ത്രപരമായ വിവരം റഷ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാങ്കേതികവിദ്യയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം.
ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഒരു മാരകമായ പ്രഹരത്തിനൊക്കെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ റഷ്യയുടെ സഹായത്തോടു കൂടി ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിലോ ഒക്കെ ആണവ ആയുധം ഉണ്ടാക്കാനും ഇറാന് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വലിയ സാധ്യതകൾ അവിടെയുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആ മേഖലയിൽ സമ്പൂർണ്ണമായ നിയന്ത്രണം എന്നുള്ളത് ഇനി സാധ്യമാവില്ല. അത് എന്നേക്കുമായി അവസാനിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഇന്ത്യക്ക് കുറച്ചുകൂടി സ്ട്രാറ്റജിക്കായിട്ട് ഈ മേഖലയിൽ ഇടപെടേണ്ടതുണ്ട്. നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല അത്. അതാണ് പ്രശ്നം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണ്, നമുക്ക് നമ്മുടെ ശത്രുവിനെ വേണേൽ മാറ്റാം, പക്ഷേ അയൽക്കാരനെ മാറ്റാൻ പറ്റില്ലല്ലോ. തീർച്ചയായും. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അയൽനാടാണ്. ആ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാധാന്യം ഇറാന് പോലും ഉണ്ട്. ഇറാൻ നമ്മുടെ എക്സ്റ്റൻഡഡ് നെയ്ബർഹുഡാണ്, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുകയാണ്. ഗൾഫ് റീജിയൻ നമ്മുടെ എക്സ്റ്റൻഡഡ് നെയ്ബർഹുഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഫെബ്രുവരി 28-ന് ഇറാനിലെ സ്ട്രൈക്ക് നടത്തി ആയത്തുള്ള അലി ഖമൈനിനെ അടക്കം കൊല്ലുന്ന മാരകമായ ആ ആക്രമണം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തലേന്ന് ഇസ്രായേൽ സന്ദർശിക്കേണ്ട ആവശ്യമൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പോൾ കുറച്ചുകൂടി തന്ത്രപരമായി ഇന്ത്യ ഈ മേഖലയിൽ ഇടപെടണം. ഇപ്പോൾ ആ മേഖലയിലെ ബന്ധങ്ങളിൽ പാകിസ്ഥാൻ ഒരു എഡ്ജ് നേടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ. ഈ ട്രൈലാറ്ററൽ എഗ്രിമെൻ്റ് എടുക്കുമ്പോൾ, അതുപോലെ ഈ അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥതയുടെ റോള് വഹിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എടുത്താൽ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമെന്ന് നമ്മൾ പറയുന്ന പാകിസ്ഥാൻ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി പ്രൊആക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഈ മേഖലയിൽ വേണം. അതോടൊപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഇന്ത്യയുടെ സ്വാഭാവികമായ മേഖല കൂടിയാണ്. ഇപ്പം അറേബ്യൻ സീയിലേക്കുള്ള 2 തുറവികളാണല്ലോ ഉള്ളത്. ഒന്ന് ഗൾഫ് ഓഫ് ഏഡൻ വഴി ചെങ്കടലിലേക്കുള്ള ഓപ്പണിംഗ്, മറ്റൊന്ന് ഈ ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് ഹോർമൂസ് കടലിടുക്ക് വഴി ഗൾഫിലേക്കുള്ള ഓപ്പണിംഗ്. ഈ മേഖല ഇന്ത്യൻ നേവിയുടെ സ്വാഭാവിക സ്വാധീന മേഖലയാണ്. ഇന്ത്യൻ നേവിയുടെ സ്വാഭാവിക സ്വാധീന മേഖലയാണ്. അവിടെ പാകിസ്ഥാൻ ചൈനയും കൂടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ഫലപ്രദമായി തടയാനുള്ള ശേഷിയും നമ്മൾ നേടുന്നുണ്ട്. അവിടെ ചൈന സ്ട്രിങ് ഓഫ് പേൾസ് എന്ന പേരിൽ ഡിജിബോട്ടിയിൽ അവരുടെ സൈനിക താവളമുണ്ട്. ആ സൈനിക താവളത്തെയും 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്തെയും ബലൂചിസ്ഥാൻ്റെ തീരപ്രദേശത്ത് ചൈനയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ആഴക്കടൽ തുറമുഖമായിട്ടുള്ള ഗൊദാറിനെയും തമ്മിൽ ലിങ്ക് ചെയ്ത് ഒരു നാവിക പാത ഉണ്ടാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കും ഈ മേഖലയ്ക്കും ഇടയിൽ ഒരു ബാരിയർ വരികയാണ്, ഒരു നേവൽ ബാരിയർ വരികയാണ്. വളരെ ഈസിയായിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തതെന്ന് മാത്രമല്ല, ഇപ്പോൾ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് നാവിക താവളം വരുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സദേൺ നിക്കോബാർ ഐലൻഡ്സിൽ നമ്മൾ സൈനിക താവളം ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയിലേക്ക് പോകുന്ന അന്താരാഷ്ട്ര ഷിപ്പിങ്ങിൻ്റെ 40% കടന്നു പോകുന്നത് ഗൾഫ് ഓഫ് മലാക്ക വഴിയാണ്, സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക വഴിയാണ്. സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക ഉപരോധിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് പുഷ്പം പോലെ സാധിക്കുന്ന കാര്യമാണ്. പൂവറിക്കുന്ന ലാഘവത്തോടു കൂടി ഇന്ത്യൻ നേവിക്ക് ഗൾഫ് ഓഫ് മലാക്ക ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും, നമ്മുടെ നാവിക താവളം അവിടെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ചൈനയ്ക്ക് നമ്മൾ കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നത്, മേലെ ഇൻഡസ് ട്രീറ്റിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയല്ലോ, അതിന് പകരം ഇന്ത്യയിലേക്കുള്ള ജലവിതരണം തടഞ്ഞുകൊണ്ട് ബ്രഹ്മപുത്രനെ ഞങ്ങൾ ടിബറ്റിൽ ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ തിരിച്ച് ചൈനയിലേക്ക് കപ്പലുകളൊന്നും പോകില്ല എന്ന് തീരുമാനിക്കാൻ ഇന്ത്യക്കും കഴിയുമെന്നുള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നത്, ഈ മേഖല ഗൾഫ് അല്ലെങ്കിൽ ചെങ്കടൽ പ്രദേശം, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഇന്ത്യയുടെ സ്വാഭാവികമായ നാവിക സ്വാധീന മേഖലയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യ ഒന്നുകൂടി അസേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ അത് അമേരിക്കയുടെ സാന്നിധ്യമാണെങ്കിലും അതല്ലെങ്കിൽ ചൈനയുടെ സാന്നിധ്യമാണെങ്കിലും ഏത് രാജ്യത്തിൻ്റെ നാവിക സാന്നിധ്യമാണെങ്കിലും അത് നമുക്ക് ത്രെട്ട് തന്നെയാണ്. അതിൽ സുഹൃത്ത് രാജ്യമൊന്നുമില്ല. ഒരാൾ തോക്കുമായിട്ട് നമ്മുടെ അയൽപ്പക്കത്ത് വീട്ടിലേക്ക് തോക്ക് കൊണ്ടുവന്ന അയാൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ ആകുന്ന നിമിഷം തന്നെ അവനെ വിടുവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രോ ആയിട്ടുള്ള ഇടപെടൽ ഈ മേഖലയിൽ
ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇടപെടാവുന്നതാണ്. കാരണം ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാനുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, ഇസ്രായേലുമായിട്ട് നമുക്ക് വളരെ അടുത്ത സ്ട്രാറ്റജിക് റിലേഷൻസ് ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദമുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കണ്ടേ? ഈ മേഖലയിൽ വന്നിട്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ കപ്പലുകളും കൊണ്ടുവന്ന് ആയുധങ്ങളും കൊണ്ടുവന്ന് നിറച്ചിട്ട് അമേരിക്കക്കാർ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ എതിർക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരി. അമേരിക്കയും ഇന്ത്യ ബന്ധങ്ങൾ ഇന്ത്യയുടെ ഒരു വികസിത രാജ്യമായി മാറാനുള്ള വഴിയിൽ ഇന്ത്യക്ക് അനിവാര്യമാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷെ അതൊന്നും നമ്മളുടെ സ്വാഭാവികമായ സ്വാധീന മേഖലയിലേക്ക് കടന്നുകയറ്റത്തെ ന്യായീകരിക്കുന്നില്ല. അക്കാര്യത്തിൽ ഒരു ജയശങ്കർക്ക് അക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് എടുക്കുന്നുണ്ടെന്നുള്ളതും വാസ്തവമാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധങ്ങളിൽ അമേരിക്കയുടെ ഒരു തിട്ടൂരത്തെ വകവയ്ക്കാതെ അത് ഞങ്ങൾക്കുള്ള ബന്ധം തന്നെയാണ് റഷ്യയുമായിട്ട്, അത് തുടരുക തന്നെ ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം ഇതിനു മുമ്പ് പല ഗവൺമെൻറ്റുകളോ ഫോറിൻ സെക്രട്ടറിമാരോ ഒന്നും കാണിച്ചിട്ടില്ല. ജയശങ്കറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് വളരെ ഉൾപ്പൊള്ളകം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ഗൾഫ് സംഘർഷം വരുമ്പോൾ അതിന് സമാനമായ രൂപത്തിൽ ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള നയം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഉണ്ടായിട്ടില്ല, ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. ഈ ഇറാൻ യുദ്ധം ഒരുപക്ഷെ മറ്റൊരു തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അതത് രാജ്യങ്ങളിലെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്രിമ സംഘർഷമായിട്ട് പോലും നമുക്ക് കാണേണ്ടുന്ന ഒരു സാഹചര്യമില്ലേ? കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു, ഇസ്രായേൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു, ഇറാനിൽ വലിയ ആഭ്യന്തര മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ആഭ്യന്തരമായിട്ടുള്ള ഒരു പവർ സ്ട്രഗിളിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് കൂടെ ഈ യുദ്ധത്തെ നമ്മൾ കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ബലാബലമാണ്. കാരണം ഈ നവംബറിൽ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ 435 അംഗങ്ങളാണ് ഹൗസ് ഓഫ് കോമൺസിൽ വരുന്നത്, അമേരിക്കൻ കോൺഗ്രസ്സിലെ. അത് 100 അംഗ സെനറ്റാണല്ലോ അവിടെയുള്ളത്. അതിൽ 36 സെനറ്റർമാരെ മറ്റോ തിരഞ്ഞെടുക്കും. 50 സ്റ്റേറ്റുകളുള്ളതിൽ 36 സ്റ്റേറ്റിലെ ഗവർണർമാരെ തിരഞ്ഞെടുക്കുന്ന മിഡ് ടൈം ഇലക്ഷനാണ്. അപ്പോൾ ഈ നവംബറിൽ വരുന്ന മിഡ് ടൈം ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മിഡ് ടൈം ഇലക്ഷനിൽ ഇപ്പോഴുള്ള അമേരിക്കയിലെ ഒരു റേറ്റിംഗ് വെച്ച് നോക്കിയാൽ ട്രംപിൻ്റെ റേറ്റിംഗ് വളരെ മോശമാണ്. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ ഇലക്ടറൽ ഡിഫീറ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സെനറ്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം എപ്സ്റ്റീൻ ഫയലിൽ തുടങ്ങി ഇംപീച്ച് ചെയ്യാൻ ആവശ്യത്തിലധികം കാര്യങ്ങൾ അവിടെ നിൽക്കുക. ഏതെടുത്താലും അതിൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെടുത്താലും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രംപിൻ്റെ പ്രസിഡൻസി അബ്രപ്റ്റ്ലി ഗോയിങ് ടു ആൻ എൻഡ്, അതിനുള്ള എല്ലാ സാധ്യത നിലനിൽക്കുകയാണ്. അമേരിക്കയിൽ ഇപ്പോൾ ബഹുജനാഭിപ്രായം ട്രംപിനെതിരാണ്. അത് വളരെ പ്രധാനമാണ്. അവിടുത്തെ ഇനി രണ്ടാമത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തേക്ക് വന്നാലോ, ഇല്ലെങ്കിൽ ട്രംപിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേഷൻ അതിലേക്ക് വന്നാൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഫിഗറാണ്. JD വാൻസ് തുടക്കം മുതലേ യുദ്ധത്തിനെതിരായിരുന്നു. ഇറാൻ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതേസമയം പീറ്റ് ഹെക്സേത്ത്, മാർക്കോ റൂബിയോ ഇവർക്കൊന്നും ഒരുപക്ഷെ JD വാൻസിൻ്റെ ഒരു കരിഷ്മയോ സ്വാധീനമോ അമേരിക്കയിലില്ല. പക്ഷേ ഇവർ രണ്ടുപേരുമാണ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ജനറൽ കെയ്ൻ അടക്കം പറയുന്നത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വിജയിക്കാൻ സാധ്യതയില്ലാത്ത യുദ്ധമാണ്, അതുകൊണ്ട് ഇതിലേക്ക് പോകരുത്, ഡിപ്ലോമാറ്റിക് ചാനൽ തന്നെ ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായമായിരുന്നു. കാരണം ഇറാഖല്ല ഇറാൻ. ആ രാജ്യത്തെ നിശിതമായി പരാജയപ്പെടുത്തണമെങ്കിൽ കരയുദ്ധം ഉണ്ടാവണം. അമേരിക്കയ്ക്ക് ഇത്രയും ദൂരത്തേക്ക് സൈന്യത്തെ കൊണ്ടുവന്ന് ഒരു കരയുദ്ധം നടത്തി ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അത് ഏതൊരു മിലിറ്ററി സ്ട്രാറ്റജിനും അറിയാവുന്ന കാര്യമാണ്. ഇനി അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഇറാനെ തകർക്കാൻ, ഇനിയുമായെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ സാധിക്കും. കാർഗ് ഐലൻഡിൽ നിന്ന് ഏകദേശം 100 മൈൽ അപ്പുറത്ത് കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. അവിടെ നിന്നൊക്കെ നാവിക സൈനിക നീക്കമൊക്കെ വളരെ പെട്ടെന്ന് നടത്താൻ സാധിക്കും. കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ സാധിക്കും. കാർഗ് ഐലൻഡ് പ്രത്യേകം എന്താ വെച്ചാൽ ഇറാൻ്റെ 90% എണ്ണയും കയറ്റുകയും ചെയ്യുന്നത് ഈ കാർഗ് ഐലൻഡ് ടെർമിനലുകൾ വഴിയാണ്.
ഇറാൻ്റെ തീരത്തോട് മെയിൻലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഐലൻഡാണ് കാർഗ് ഐലൻഡ്. അപ്പോൾ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക, ഹോർമൂസ് കടലെടുക്കുക, അമേരിക്കൻ നിയന്ത്രിത ഭൂപ്രദേശമാക്കി മാറ്റുക. ഇതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. കാരണം കാർഗ് ഐലൻഡ് ഇറാൻ്റെ മെയിൻലാൻഡുമായി ചേർന്ന് കിടക്കുന്നതാണ്. അവിടെ വന്നിട്ട് അമേരിക്കക്കാരെങ്ങനെ ഇരിക്കുന്ന കാലത്തോളം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡ് അവർക്ക്, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ താമസിക്കേണ്ടി വരും കാർഗ് ഐലൻഡിൽ പോയിട്ട്. അപ്പോൾ ഈ കാർഗ് ഐലൻഡ് ഒക്കുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റും. പിടിച്ചെടുത്തിട്ട് ഒരു അമേരിക്കക്കാരൻ അവിടെ നിൽക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഇറാൻ്റെ സമ്പൂർണ്ണമായ നാശം ഉറപ്പുവരുത്തണം. ഇറാൻ്റെ കയ്യിലൊരു മിസൈൽ ഉണ്ടാകാൻ പാടില്ല, ഇറാൻ്റെ കയ്യിലൊരു ഡ്രോണും ഉണ്ടാകാൻ പാടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കാർഗ് ഐലൻഡ് പിടിച്ചെടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറ്റും? അത് ഇമ്പോസിബിൾ അല്ലേ? അപ്പം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലുള്ള സ്ട്രാറ്റജിസ്റ്റുകളും ബുദ്ധിയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഈ യുദ്ധത്തിന് പോയി പുറപ്പെടരുത്. പക്ഷേ ഒരു പക്ഷേ അമേരിക്കയിലെ ജൂത ലോബിയുടെയോ അല്ലെങ്കിൽ വാർ ഹാവാക്സ് എന്ന് പറയുന്ന യുദ്ധക്കൊതയന്മാരുടെയോ ഒക്കെ സ്വാധീനത്തിൽ അടിപ്പെട്ടിട്ടാണ് ട്രംപ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപിന് ഇനി അതിജീവനത്തിന് മറ്റു മാർഗമൊന്നുമില്ല. ഒന്നുകിൽ ഇറാനെതിരെ വളരെ നിശ്ചിതമായ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 17 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചപ്പോൾ വ്യാപകമായ വിമർശനം വന്നു. ഏകദേശം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല കൂടുതലായി ഈ ഇറാന് ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ യുദ്ധത്തിന് പോയത് എന്നുള്ള വിമർശനം വന്നു. അപ്പോഴാണ് പിന്നെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ജൂലൈ 7 വീണ്ടും അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചു. അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പുറത്തു കിടക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അതിനുശേഷം ജർമ്മൻ ചാൻസലർ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, അമേരിക്ക യുദ്ധമൊക്കെ തുടങ്ങിയെന്നുള്ളത് വളരെ ശരിയാണ്, നാറ്റോവായിട്ടോ ഞങ്ങളുമായിട്ടോ ഒന്നും ആലോചിച്ചില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണം എന്നത് സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജിയും അമേരിക്കയ്ക്കില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇറാനെ നിശ്ചിതമായി തോൽപ്പിച്ച് യുദ്ധവിജയം പ്രഖ്യാപിച്ച് നവംബറിലെ മിഡ് ടൈം ഇലക്ഷനിലേക്ക് പോകുക, യുദ്ധവീരൻ എന്നുള്ള നിലയിൽ വിജയം നേടുക എന്നുള്ളതാണ് ട്രംപിൻ്റെ സ്ട്രാറ്റജി. അത് നടക്കാനേ പോകുന്നില്ല. അതിലുള്ള എന്താ പറയുക നൈരാശ്യമാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവനകളിലും അദ്ദേഹത്തിൻ്റെ നയങ്ങളിലും പ്രതിഫലിക്കുന്നത്. അതോടൊപ്പം ഒക്ടോബർ അവസാനം ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് തീവ്ര സൈനിസ്റ്റുകൾ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ബെൻ ഗിവറിൻ്റെ പാർട്ടി, അപ്പോൾ തീവ്ര സൈനിസ്റ്റുകളുടെ റിലീജിയസ് പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് ഈ ഇസ്രായേലിൽ വലിയ സ്വാധീനം വന്നിട്ടുണ്ട്. മാത്രമല്ല നെതന്യാഹുവൊന്നും ഒരു സ്റ്റേറ്റ്മാനേ അല്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഗോൾഡ മേയറെ പോലെ, ബെൻ ഗുറിയോനെ പോലെ, ചെയിൻ വെയ്സ്മാനെ പോലെയുള്ളൊക്കെയുള്ള വലിയ അവരൊക്കെ സയനിസ്റ്റുകളാണ്. പക്ഷേ എന്താ വെച്ചാൽ അവരൊക്കെ രാജ്യ താല്പര്യങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വളരെ മാന്യമായ കാഴ്ചപ്പാടുകളും രീതികളൊക്കെ പുലർത്തിയ ആളുകളാണ്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ വേറൊരു പതിപ്പാണ്. അയാൾ എത്ര കാലമായി അവിടെ അധികാരത്തിലിരിക്കുന്നു, എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നതിനപ്പുറത്തേക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ആ മനുഷ്യനില്ല. എന്തിനേറെ ഏരിയൽ ഷാറോണിൻ്റെ കരിഷ്മ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനില്ല. അപ്പോൾ ഈ ഇറാൻ്റെ ആണവ പദ്ധതിയെ തകർത്തു, ഇറാനെ തോൽപ്പിച്ചു, ഇറാനെ ഞങ്ങൾ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും തീവ്ര സൈനിസ്റ്റുകളുടെ സഹായത്തോടു കൂടി വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അതിനെ ഏറ്റവും ശക്തമായി വിമർശിച്ച ഒരാളും ട്രംപാണ് കേട്ടോ. വീണ്ടും തെരഞ്ഞെടുപ്പിൽ ലിക്വിഡ് പാർട്ടിയുടെ നേതാവായി നെതന്യാഹു മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞു ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊരു കമൻറ്റ്. ട്രംപ് ചില സന്ദർഭങ്ങളിൽ അയാൾക്ക് വലിയ ബൗദ്ധികമായ ശേഷിയൊന്നും ഇല്ലെങ്കിലും അയാളുടെ ചില ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ പോസിറ്റീവാണ്. എപ്പോഴും ഡീൽ മേക്കറാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും അവിടെ പ്രവർത്തിക്കും. അപ്പോൾ നെതന്യാഹു മാറി മറ്റാരെങ്കിലും ഇസ്രായേലിൽ വന്നില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കാര്യവും പോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വളരെ പ്രധാനം. ഇനി ഇറാനിലേക്ക് വന്നാൽ ഇറാൻ പക്ഷേ കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. ഇറാൻ ഏകദേശം ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു. 2020 പ്രക്ഷോഭങ്ങൾ വന്നു. 25-26 കാലത്ത് വന്നിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ശരിക്കും ഇറാൻ ഭരണകൂടത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന മാനങ്ങളിലേക്ക് വളർന്നിരുന്നു. ഇറാൻ വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഐഡിയോളജിക്കൽ ഹെജിമിനി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ സാമ്പത്തിക വിതരണത്തിൻ്റെ കാര്യത്തിൽ അവർ വലുതായിട്ട് പരാജയപ്പെട്ടു. ഇറാൻ്റെ സമ്പത്തിൻ്റെ 10%, അവിടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 10% വരുന്ന എലൈറ്റിൻ്റെ കയ്യിലാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും. ബാക്കി 90% ഇടത്തരക്കാരോ ദരിദ്രരുമാണ്.
അപ്പോൾ ഇറാൻ വിപ്ലവത്തിൻ്റെ മഹത്തായ ആശയം തന്നെ ഈ സമ്പത്തിൻ്റെ പുനർവിതരണം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അത് സാധിച്ചില്ല. ഒരുപക്ഷെ വെനിസ്വേലയിൽ ഹ്യൂഗോ ഷാവേസിന് എണ്ണയിൽ നിന്നുള്ള വരുമാനം സാധാരണക്കാരൻ്റെ ടേബിളിൽ എത്തിക്കാൻ സാധിച്ചു. അത് തന്നെ പ്രഖ്യാപനം അതായിരുന്നു. എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാധാരണക്കാരൻ്റെ ടേബിളിൽ, ഭക്ഷണ മേശയിൽ ഞാൻ എത്തിക്കുമെന്നുള്ള, അത് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. അതേസമയം ഇറാനിലെ വിപ്ലവ ഭരണകൂടത്തിന് അത് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സമ്പത്തിൻ്റെ നിയന്ത്രണം 10% വരുന്ന ആളുകളുടെ കയ്യിലാണ്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഇടത്തരക്കാരും കച്ചവടക്കാരുമാണ് തെരുവിലിറങ്ങി സമരം തുടങ്ങിയത്. അത് വലിയൊരു സമരമായി മാറുകയും ചെയ്തു. അതിനിടയ്ക്കാണ് ഫെബ്രുവരി 28-ന് ഈ ആക്രമണം ഉണ്ടാകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു തീവ്ര നിലപാടെടുക്കുന്ന ഒരാളായിരുന്നില്ല ആയത്തുള്ള അലി ഖംനെയി എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പം ഞാൻ കാണുന്നൊരു വസ്തു അദ്ദേഹത്തിൻ്റെ തീവ്ര ആത്മീയ ബോധവും ഇസ്ലാമിക ധാരയും തന്നെയല്ലേ ഇന്ന് ഇറാനെ ഈ ഒരു അപകടത്തിലെത്തിച്ചത്. ഞാനങ്ങനെയാണ് കാണുന്നത്. കാരണം 2002 മറ്റാണ് അമേരിക്ക ആക്സിസ് ഓഫ് ഈവിൾ പ്രഖ്യാപിക്കുന്നത്. ആക്സിസ് ഓഫ് ഈവിൾ പ്രഖ്യാപിച്ച് അതിൽ ഉള്ള രാജ്യങ്ങളാണ് ഇറാൻ, നോർത്ത് കൊറിയ, പിന്നെ ക്യൂബയും ഒക്കെ അതിൽ ചേർത്തു. അങ്ങനെ പല രാജ്യങ്ങളെയും ചേർത്തു. അന്നത്തെ ആക്സിസ് ഓഫ് ഈവിളിൽ പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു കോട്ടവും തട്ടാതെ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. അത് നോർത്ത് കൊറിയയാണ്. എന്തുകൊണ്ട്? ആക്സിസ് ഓഫ് ഈവിൾ പ്രഖ്യാപിച്ച് ഈ രാജ്യങ്ങളെ ഞങ്ങൾ തകർക്കും, തെമ്മാടി രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുടെ വിദേശ നയം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ 2006 നോർത്ത് കൊറിയ അണുബോംബ് ഉണ്ടാക്കി അവിടെയും വെച്ചു. നോർത്ത് കൊറിയ എന്ന രാജ്യത്തോട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് 2006 ശേഷം നോർത്ത് കൊറിയ തകർക്കപ്പെടാതിരുന്ന ആ രാജ്യം ഇന്ന് അമേരിക്കൻ ആക്രമണത്തിന് വിധേയമാകാതിരിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവർക്ക് അണുബോംബ് ഉണ്ട്. ഇറാനെ ആക്രമിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അണുബോംബ് ഇല്ല എന്നതാണ്. ഇറാൻ്റെ അടുത്ത് അണുബോംബ് ഉണ്ടെങ്കിൽ അമേരിക്ക അറ്റാക്ക് ചെയ്യുമായിരുന്നു. അവിടെയാണ് നമ്മൾ ആയത്തുള്ള അലി ഖംനെയി ഇവർ ബോംബിട്ട് കൊന്ന ആ ഇസ്ലാമിക് സ്കോളറും വന്ധ്യവയോധികനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഫത്വ, ആ ഫത്വ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന്. സ്റ്റേറ്റ് പോളിസിയാണ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറാനിയൻ സ്റ്റേറ്റ് പോളിസി. ആ ഫത്വ പ്രകാരം ആണവായുധം ഉണ്ടാക്കുന്നതും കൈവശം വയ്ക്കുന്നതും അത് പ്രയോഗിക്കുന്നതും അനിസ്ലാമികമാണ് എന്ന ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള ഇപ്പം നമ്മൾ ഇസ്ലാമിക വിപ്ലവത്തെയും അതിൻ്റെ എന്താ പറയുക റഫ്നെസ്സിനെയൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അമേരിക്കയ്ക്ക് കഴിഞ്ഞു? ഇല്ലല്ലോ. അതാണ് യഥാർത്ഥത്തിൽ 2014 ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ P5+1 കരാർ രൂപപ്പെടുത്തിയ സമയത്ത് അതിൻ്റെ അടിസ്ഥാന പ്രമാണമായി വർത്തിച്ചത് ഈ ഫത്വയായിരുന്നു. മാത്രമല്ല NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാനുള്ള സാധ്യതകളുണ്ട്, ടൂൾസ് ഉണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു പക്ഷേ ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഫത്വ പുറപ്പെടുവിച്ച് അവരുടെ പരമോന്നത നേതാവിനെ തന്നെ ബോംബിട്ട് തകർത്തിട്ടാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് പോയതെന്ന് കാണണം. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ മതനേതൃത്വത്തിൻ്റെ ഗാർഡിയൻ കൗൺസിലാണ് യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നത്. ഗാർഡിയൻ കൗൺസിലിൻ്റെ ചെയർമാനാണ് അവിടുത്തെ പരമോന്നത നേതാവ്. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് IRGC അടക്കമുള്ള മിലീഷ്യ. അതേസമയം അവിടെ പാർലമെൻ്റ് ഉണ്ട്. ആ പാർലമെൻറ്റിൽ സ്ത്രീകൾ 20% സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റാണ് അവിടെ. മാത്രമല്ല പെഷസ്കിയനെ പോലെയുള്ള ആളാണ് അവിടുത്തെ. അദ്ദേഹമൊക്കെ വളരെ ലിബറലാണ്, മിതവാദികളാണ്. ഖാത്തിമി ഇതിനു മുമ്പുണ്ടായിരുന്നു. ഇങ്ങനെ മിതവാദികളായിട്ടുള്ള പ്രസിഡന്റുമാർ. അവിടെ ഒരു സിവിലിയൻ ഭരണകൂടമുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ സമഞ്ജസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ ഈ ഫെബ്രുവരി 28 ആക്രമണത്തിന് ശേഷം ഇറാനിൻ്റെ അകത്ത് വന്നിട്ടുള്ള മാറ്റം എന്താ വെച്ചാൽ, അവിടുത്തെ പ്രാദേശികമായ ഈ വൈജാത്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ ഒറ്റക്കെട്ടായി മാറി. അതൊരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് അവരുടെ പേർഷ്യൻ സാംസ്കൃതിയുടെ പാരമ്പര്യവും ഇസ്ലാമിക സംസ്കൃതിയുടെ പാരമ്പര്യവും 1979 വിപ്ലവത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം ചേർത്ത് ആ ജനത ഒറ്റക്കെട്ടായി മാറി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം IRGCയുടെ പൂർണ്ണമായി നേതൃത്വം ഒരു മതഭരണകൂടം എന്ന നിലയിൽ നിന്ന് ഒരു മിലിറ്ററി ഭരണകൂടം എന്ന നിലയ്ക്ക് അത് മാറി. ഇന്നിപ്പം IRGC ആണ് ഈ ഇറാൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു മിലിറ്ററി ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ആ രാജ്യം മാറുകയും പ്രതിരോധം എന്നത് ആ രാജ്യത്തിൻ്റെ നയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് വരികയും അങ്ങനെ ആഭ്യന്തരമായ ഇൻറ്റേർണൽ കോഹറൻസ് സാധ്യമാവുകയും ചെയ്യും.
അതുകൊണ്ട് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. എന്നുവെച്ചാൽ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി കരയുദ്ധം മാത്രമേ ബാക്കിയുള്ളൂ. അത് അമേരിക്കയ്ക്ക് അസാധ്യവുമാണ്. ഇനി ഈ യുദ്ധം ഇങ്ങനെ കുറേ കാലം നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു ആ രാജ്യം. അതതിൻ്റെ ഇൻറ്റേർണൽ കൺസോളിഡേഷൻ ഒരുപക്ഷെ നമുക്കിപ്പോൾ 90% എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല. 90%-ലധികം കൺസോളിഡേഷൻ. നമ്മുടെ രാജ്യം എടുത്താലും നമ്മൾ എത്രമാത്രം ഇൻറ്റഗ്രേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 60%, 100% അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് ആ രാജ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ആഭ്യന്തരമായി കൂടുതൽ ഐക്യപ്പെടുകയും ആക്രമിക്കാനുള്ള അവരുടെ ശേഷി അനുദിനം വർദ്ധിപ്പിക്കുകയും ചൈന, നോർത്ത് കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും ഒരുപക്ഷേ പാകിസ്ഥാന് പോലുമായിട്ടും തന്ത്രപരമായ ഡയലോഗിന് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ എൻപവേർഡ് ആയിട്ടുള്ള ഇറാനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഒമാനുമായിട്ട് അവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമേരിക്ക ബോംബിട്ട് തകർത്ത് അമേരിക്കയുടെ നമ്പർ 1 ശത്രുവായിട്ടുള്ള ഈ രാജ്യത്തുമായിട്ട് എന്തിനാണ് ഒമാൻ എഗ്രിമെൻറ്റിന് തയ്യാറാകുന്നത്? UAE-യുമായിട്ട് ബാക്ക്ഡോർ ഡിപ്ലോമസിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാനും ഖത്തറും ടർക്കിയും തമ്മിൽ നേരത്തെ തന്നെ അന്തർധാര നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇറാൻ എന്നത് ഒരു ചെറിയ മീനല്ല. ഈ യുദ്ധത്തോടു കൂടി ഒരു കൂടുതൽ ബോൾഡായിട്ടുള്ള, കൂടുതൽ പവർഫുള്ളായിട്ടുള്ള, കൂടുതൽ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇറാനായിട്ടാണ് അത് മാറിയത്. അതേസമയം അമേരിക്ക കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ട്രംപിൻ്റെ പ്രസിഡൻസി തന്നെ ഇപ്പോൾ തുലാസിൽ തൂങ്ങുകയാണ്. ഇസ്രായേലാണ് വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. കാരണം അമേരിക്കൻ സഹായം, അമേരിക്കയെ ഇക്കാണുന്ന രൂപത്തിൽ ഇസ്രായേലിനെ സഹായിക്കരുത് എന്നുള്ള വാദം ശക്തമാണ്. അത് ട്രംപിന് ഒരു പതർച്ച ഉണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നുള്ള ഇസ്രായേലിലേക്കുള്ള ആയുധത്തിൻ്റെയും പണത്തിൻ്റെയും ഒഴുക്ക് നിൽക്കും. അത് നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ഈ അക്രമത്തിലൂടെ ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് പ്രതിസന്ധിയിലായപ്പോൾ കൂടുതൽ ബോൾഡായിട്ടുള്ള ഒരു രാജ്യമായി സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ ഇറാന് കഴിഞ്ഞു. മാത്രമല്ല ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനം നിർണായകമായിട്ട് കുറയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു വാസ്തവം. ഇനി ട്രംപിൻ്റെ ഭാവി എന്നത് തന്നെയാണ് പ്രശ്നം. നവംബർ മിഡ് ടേം ഇലക്ഷനെ നിലവിലുള്ള സാഹചര്യത്തിൽ അതിജീവിക്കാനുള്ള സാധ്യത വിദൂരമാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അമേരിക്കയുടെ ഇറാൻ ആക്രമണം അമേരിക്കയുടെ ലോകത്ത് മൊത്തമുള്ള സ്വാധീന ശക്തിക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ബലതന്ത്രങ്ങൾക്കും വലിയ രീതിയിൽ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ലോക വ്യാപാര രംഗത്ത് അതിൻ്റെ അലയലുകളുണ്ട്. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.